നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ വരുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരിലാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ്സ് വലിയ വർധനവ് നടപ്പിലാക്കുന്നു. പ്രായമായവർ, വൈകല്യമുള്ളവർ, ഒറ്റയ്ക്കായ രക്ഷിതാക്കൾ എന്നിവരുൾപ്പെടെ ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾക്ക് ഈ വർധനവിന്റെ പ്രയോജനം ലഭിക്കും. സാധനങ്ങളുടെ വിലക്കയറ്റവും ജീവിത ചെലവും വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് വർഷത്തിൽ 2 തവണ നടത്തുന്ന ഇൻഡെക്സേഷൻ പ്രക്രിയയുടെ ഭാഗമായാണ് ഈ മാറ്റം. സിംഗിൾ പെൻഷൻ വാങ്ങുന്നവർക്ക് 2 ആഴ്ചയിൽ $27.10 വർദ്ധിക്കും. ദമ്പതികൾക്ക് ഇത് 2 ആഴ്ചയിൽ $42.40 വർദ്ധിക്കും. അതോടൊപ്പം പെൻഷൻകാർക്ക് പുറമെ ജോബ് സീക്കർ പോലെയുള്ള മറ്റ് അലവൻസുകൾ കൈപ്പറ്റുന്നവർക്കും നിശ്ചിത ശതമാനം വർധനവ് ലഭിക്കുന്നതാണ്. ഈ പുതിയ നിരക്കുകൾ സെപ്റ്റംബർ 20 മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ വടക്കൻ അതിർത്തികൾ വഴി നടക്കുന്ന ലഹരിമരുന്ന് കടത്തിനും മനുഷ്യക്കടത്തിനുമെതിരെ കടുത്ത നടപടികളുമായി പോലീസ്. ബ്ലാക്ക് ഫ്ലൈറ്റുകൾ എന്നറിയപ്പെടുന്ന അനധികൃത വിമാനങ്ങൾ വഴിയുള്ള കള്ളക്കടത്ത് തടയുവാൻ ഫെഡറൽ പോലീസും ക്വീൻസ്ലാൻഡ് പോലീസും സംയുക്തമായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. റഡാറുകളുടെ കണ്ണുവെട്ടിച്ചും എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളെ അറിയിക്കാതെയും താഴ്ന്നു പറക്കുന്ന ചെറിയ വിമാനങ്ങളെയാണ് ബ്ലാക്ക് ഫ്ലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. പാപ്പുവ ന്യൂഗിനിയിൽ നിന്നും മറ്റും ഓസ്ട്രേലിയയിലേക്ക് ലഹരിമരുന്നും ആയുധങ്ങളും മനുഷ്യരെയും കടത്താൻ ഇത്തരം വിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ്, ക്വീൻസ്ലാൻഡ് പോലീസ് എന്നിവർ ചേർന്ന് ഓപ്പറേഷൻ മൊറാവിയൻ എന്ന പേരിൽ വലിയൊരു ക്രാക്ക് ഡൌൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ജനങ്ങളോടും വിമാനത്താവള ജീവനക്കാരോടും സംശയകരമായ സാഹചര്യങ്ങൾ കണ്ടാൽ ഉടൻ അറിയിക്കുവാനും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിക്ടോറിയൻ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് 9 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പാർട്ടികൾ അമ്പരിപ്പിച്ച് പോളിംഗ് ഫലങ്ങൾ പുറത്ത്. പ്രമുഖ സ്വതന്ത്ര ഗവേഷണ ഏജൻസിയായ റോയ് മോർഗൻ നടത്തിയ പുതിയ സർവേ പ്രകാരം പ്രാഥമിക വോട്ടുകളിൽ പൌളിൻ ഹാൻസിന്റെ കൺസർവേറ്റീവ് പാർട്ടിയായ വൺ നേഷൻ ലേബർ പാർട്ടിയേക്കാൾ നേരിയ മുന്നേറ്റം കൈവരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിക്ടോറിയയിൽ ഒരു തൂക്കുമന്ത്രിസഭയ്ക്കാണ് സാധ്യതയെന്ന് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സർവേ പ്രകാരം വൺ നേഷൻ പാർട്ടി 26.5% പ്രാഥമിക വോട്ടുകൾ നേടിയപ്പോൾ ലേബർ പാർട്ടി 25.5% ഒതുങ്ങി. അതേസമയം 2 പാർട്ടികൾ തമ്മിലുള്ള മുൻഗണനാ വോട്ടുകളിൽ ലേബർ പാർട്ടി ഇപ്പോഴും മുന്നിലാണ്. ന്യൂ സൌത്ത് വെയിൽസ് സംസ്ഥാനത്ത് ഈ ബൈക്കുകളുടെ ഉപയോഗത്തിൽ കർശന നിയന്ത്രണങ്ങൾ വെച്ചു. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ ബൈക്കുകൾ ഓടിക്കുന്നത് നിരോധിക്കുവാൻ മിൻസ് സർക്കാർ തീരുമാനിച്ചു. 2026 അവസാനത്തോടെ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. നിലവിൽ ഏത് പ്രായത്തിലുമുള്ള കുട്ടികൾക്കും ഈ ബൈക്കുകൾ ഓടിക്കാമെന്ന നിയമമാണ് ഇതോടെ മാറുന്നത്. സംസ്ഥാനത്ത് ഈ ബൈക്കുകളുടെ എണ്ണം ഏകദേശം 7.6 ലക്ഷമായി ഉയർന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ നീക്കം. 10-11 വയസ്സുള്ള കുട്ടികൾ അതിവേഗതയിൽ ഓടുന്ന ഇത്തരം ബൈക്കുകൾ കൈകാര്യം ചെയ്യുന്നത് അതീവ അപകടകരമാണ് എന്നാണ് ഗതാഗത മന്ത്രി ജോൺ എബ്രഹാം കൂട്ടിച്ചേർക്കുന്നത്. വിക്ടോറിയയിൽ മീസൽസ് പടരുന്നതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പുതുതായി നിരവധി രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ രോഗം പകരുവാൻ സാധ്യതയുള്ള പൊതുസ്ഥലങ്ങളുടെ പട്ടിക അധികൃതർ പുതുക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ യാത്രക്കാരിലൂടെയാണ് രോഗം പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. മെൽബൺ എയർപോർട്ട്, ഷോപ്പിംഗ് സെന്ററുകൾ, ആശുപത്രികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ രോഗബാധിതർ സന്ദർശനം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഡസൻ കണക്കിന് സ്ഥലങ്ങളാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചിത സമയങ്ങളിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചവർക്ക് രോഗബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കടുത്ത പനി, ചുമ, കണ്ണു ചുവപ്പ്, മൂക്കൊലിപ്പ് എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങൾ. ഇതിനുശേഷം മുഖത്ത് തുടങ്ങി ശരീരമാകെ പടരുന്ന ചുവന്ന തിളർപ്പുകളും കാണുവാൻ സാധ്യതയുണ്ട്. Planning to buy your dream jewelry the smart way? Introducing our Jewelry Purchase Program, a simple way to purchase your jewelry through easy monthly installments. Choose the monthly installment amount and plan duration as per your convenience. Gold weight equivalent to your monthly payment gets accumulated every month. After the final payment, you will also receive an exciting gift voucher. Bring home your dream jewelry at the end of the program. Complete transparency and the assurance of the trusted Malabar Promise. Bring home the shine with the Jewelry Purchase Program. Enroll today.
അന്താരാഷ്ട്ര നിലവാരത്തിൽ പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച ആദ്യ സ്വതന്ത്ര മലയാളം മ്യൂസിക് ആൽബമായ ഡയമണ്ട് പുറത്തിറങ്ങി. വിദേശ രാജ്യത്ത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് പ്രൊജക്ട് ഇത്രയും വിപുലമായ രീതിയിൽ നിർമ്മിക്കുന്നത് മലയാളത്തിൽ ഇതാദ്യമായാണ്. വിഷ്ണു ചമ്പക്കുളം സംവിധാനം ചെയ്തിരിക്കുന്ന ആൽബത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആൽഫി ടോമിയാണ്. ഡൊമിനിക് സ്റ്റീഫൻ സംഗീതം നിർവഹിച്ചിരിക്കുന്ന മ്യൂസിക് ആൽബത്തിൽ പ്രശസ്ത പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ്, എസ്.ടി.എ. മുത്തു എന്നിവരാണ് ഗായകർ. ലോകമെമ്പാടുമുള്ള പ്രമുഖ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്ന ആൽബത്തിന്റെ മികച്ച ദൃശ്യഭംഗിയും ജാസി ഗിഫ്റ്റിന്റെ തനതായ ആലാപന ശൈലിയും ഡയമണ്ടിനെ ഇതിനോടകം തന്നെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ വനിതാ ടീമിനെതിരായ 2020 പരമ്പര 2-1 സ്വന്തമാക്കി ഇന്ത്യ. അഡ്ലേഡിൽ നടന്ന അവസാന മത്സരത്തിൽ 17 റൺസിനായി ഇന്ത്യൻ വനിതകളുടെ വിജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസീസ് ഇന്നിംഗ്സ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസിൽ അവസാനിച്ചു. 2016 ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ ഒരു 2020 പരമ്പര സ്വന്തമാക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സ്മൃതി മന്ദാനയുടെയും ജമീമ റോഡ്രിഗസിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിലാണ് മികച്ച ടോട്ടൽ നേടിയത്. 55 പന്തിൽ 82 റൺസാണ് സ്മൃതി നേടിയത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,69,00,000 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക ലഭ്യമാണ്. 1.31 കോടി പുരുഷന്മാർ, 1.38 കോടി സ്ത്രീകളും പട്ടികയിൽ ഉൾപ്പെടുന്നു. 277 തേർഡ് ജെൻഡർ, 2.23 ലക്ഷം പ്രവാസി, 4.2 ലക്ഷം പുതിയ വോട്ടർമാരും അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫ് കുട്ടിയുടെ ശസ്ത്രക്രിയ കൊച്ചിയിൽ പൂർത്തിയായി. ആർട്ടറി ഫോൾസ്പെസ് എന്ന ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തതായി കൊച്ചി അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചു. രോഗിയുടെ നില തൃപ്തികരമാണെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. തിരിവിയുമായി ബന്ധപ്പെട്ട അമേരിക്കയിലെ സംഭവ വികാസങ്ങൾ പഠിക്കുകയാണെന്നും അമേരിക്ക പ്രഖ്യാപിച്ച പുതിയ നടപടികൾ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പരിശോധിച്ചു വരികയാണെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം യുഎസ് സുപ്രീം കോടതി റദ്ദാക്കിയ സാഹചര്യമാണ് ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തുന്നത്. ഇന്ത്യയ്ക്കുള്ള പകരം തീരുവ 10 കുറയുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുണ്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.